സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. മൂല്യബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ സ്കൂളിന്റെ സ്ഥാനം അനിർവചനീയമാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തി MLA ഇന്നത്തെ ഉദ്ഘാടകൻ ഉടൻ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ജില്ലയെ സുരക്ഷിതമായും സമാധാനപൂർണമായും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി. ഏറെ തിരക്കുകൾക്കിടയിലും നമ്മളോടുള്ള പ്രത്യേക പരിഗണന മൂലമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ബഹുമാന്യനായ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ ഷാഹുൽ ഹമീദ് സാർ IPS അവരുടെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കലാരംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഫസീന ടീച്ചറിന് ഇന്ന് നമ്മൾ സമുചിതമായ യാത്രയപ്പ് നൽകുകയാണ്. ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ അമരക്കാരിയായി വർത്തിച്ച് എല്ലാവരെയും ഒരു കുട കീഴിൽ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയിൽ പ്രമുഖനും സ്കൂളിൻ്റെ പുതിയ ലോഗോ പ്രകാശനം നടത്തുകയും ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ പോലീസ് മേധാവി ബഹുമാന്യനായ ഷാഹുൽ, ഏറെ പ്രിയങ്കരനായ പൂഞ്ഞാറിൻ്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ഫസീന ടീച്ചർ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട മാതാപിതാക്കളായ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എരുമേലി വാവർ മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ 57ാമത് വാർഷികാഘോഷത്തിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ നാസർ പനച്ചി അവർ, സ്വാഗത പ്രസംഗം ആശംസിച്ച പ്രോഗ്രാം കൺവീനർ ശ്രീ ഷെരീഫ് ഖാൻ AS, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ, അനുഗ്രഹ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ഹാജി ഇസ്മായിൽ മൗലവി, തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളാണ്. തെറ്റുകൾ ചെയ്യുന്നതിന് പലവിധ കാരണങ്ങളുണ്ടാകാം. ഒരു കുഞ്ഞ് തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സമൂഹത്തിലെ കുറ്റവാളികളെ ഒരുപക്ഷെ പോലീസ് വളരെ മോശമായിട്ടായിരുന്നിരിക്കാം കണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ
കുറ്റം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ റിഫോർമേഷന് വേണ്ടി പ്രവർത്തിക്കാനാണ് പോലീസ് സംവിധാനങ്ങൾ ലോകമൊട്ടാകെ പ്രവർത്തിച്ചു വരുന്നത്. സ്കൂളിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഫസീന ടീച്ചറിന് ഏറെ സ്നേഹത്തോടു കൂടിയുള്ള യാത്രാ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ ഷാഹുൽ സമീർ സാർ IPS അവരുടെ ആദരപൂർവ്വം ഇത് സമർപ്പണത്തിനായി ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ആനിവേഴ്സറി ഈ വർഷം അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി സ്കൂളിൻ്റെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുകളും 2 അധ്യാപകരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിൽ പ്രധാനമായും കാര്യങ്ങൾ ചെയ്യുന്നത് ഫസീന ടീച്ചറാണ്. മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ഓൺലൈനായി കാര്യങ്ങൾ ചെയ്തു കഴിയേണ്ട കാലത്തും ടീച്ചർ അവധിയാണെങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടി ആ നോൺമെയിലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇവിടുത്തെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി AEOയിൽ ആദ്യം റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു സ്കൂളായി നമുക്ക് മാറാനും സാധിച്ചിട്ടുണ്ട്. ടീച്ചറിൻ്റെ ആ സേവനങ്ങളെ വളരെ നന്ദിയോടുകൂടി HM എന്ന നിലയിൽ ഞാൻ സ്മരിക്കുകയാണ്. കുട്ടികൾക്കായി വിതരണം നടത്തി. 13/6/2024 LKG UKG കുട്ടികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. 2023-24 വർഷത്തെ SSLC പരീക്ഷയിൽ 100% റിസൾട്ട് നേടുകയുണ്ടായി. ഈ വർഷത്തെ SSLC സ്പെഷ്യൽ ക്ലാസുകൾ ജൂൺ മാസം തന്നെ ആരംഭിച്ചു. 19/6/2024 വായനാ ദിനത്തോടനുബന്ധിച്ച് KG, LP, UP, ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ പരിപാടികൾ നടത്തി. വായനാ വാരം യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ സ്കൂൾ മാനേജരും മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ നാസർ പനച്ചി, സ്കൂളിൻ്റെ പുതിയ ലോഗോ ഔപചാരികമായി പ്രകാശനം ചെയ്ത് വേദി വിട്ട കോട്ടയം ജില്ലാ പോലീസ് മേധാവി ശ്രീ A. ഷാഹുൽ ഹമീദ് IPS അവറുകൾ, ഏറ്റവും ബഹുമാന്യയായ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫൗസിയ ടീച്ചർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമുക്കൊക്കെ ആദരണീയനും ബഹുമാന്യനുമായ ദാറുൽ ഫത്താഹ് അറബി കോളേജ് എരുമേലിയുടെ പ്രിൻസിപ്പൽ അൽഹാജ്
ഇസ്മായിൽ മൗലവി അവറുകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ മെമൻറ്റോ സമർപ്പിക്കുന്ന ശ്രീ മിഥുലാജ് മുഹമ്മദ്, പ്രോഗ്രാം കൺവീനർ ബഹുമാന്യനായ ശ്രീ ഷഫീർ ഖാൻ KS, സമ്മാനദാനം നിർവഹിക്കുന്ന സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ നൌഷാദ് കുറുങ്കാട്ടിൽ. അതിനേക്കാളും ഇല്ലെങ്കിലും ഒരു പാചകപ്പരായി സ്കൂളിന് MLA ഫണ്ടിൽ നിന്ന് നൽകുന്നതാണ് എന്ന സന്തോഷപൂർവ്വം ഈ വേദിയിൽ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ പഠിക്കുന്ന 400-ലധികം കുഞ്ഞുങ്ങൾ ഏറ്റവും മിടുക്കരും മിടുക്കികളും ആയി മാറട്ടെ എന്ന് 20 വർഷത്തിലധികമായി ഈ സ്കൂളിൽ അറബി പഠിപ്പിച്ചുകൊണ്ട്, ഈ സ്കൂളിൽ ഖുർആന്റെ ഏറ്റവും ഉദാത്തമായ ആയത്തുകൾ പഠിപ്പിച്ചുകൊണ്ട് മനോഹരമായ അറബി ഭാഷ കുഞ്ഞുങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിൽ സുസ്ത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഈ നാട്ടുകാരി കൂടിയായ പ്രിയങ്കരിയായ ഫസീന ടീച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു യാത്രയപ്പ് സമ്മേളനം നമ്മുടെ ഫസീന ടീച്ചറിന്റെ യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. Thank you, Fasina teacher. എല്ലാവരും ഒരു നല്ല കൈയടി നൽകുക. ബഹുമാന്യനായ ശ്രീ അനസ് മുഹമ്മദ് നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുക. ഈ കുട്ടികൾ ഒപ്പം അവാർഡ് ദാനം നിർവഹിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ സാഹിത്യ നായകന്മാരായ നടന്മാരായ ശ്രീ ഭാസിയെ പോൾസനെയും സ്നേഹപൂർവ്വം. അടുത്തതായി സർഗോത്സവം വിദ്യാരംഗം ജില്ലാതലം നാടൻപാടിൽ സെക്കൻഡ് എ ഗ്രേഡ് നേടിയ അനഘ ദേവി, നമ്മുടെ പ്രിയങ്കര കലാകാരന്മാരായ ഭാസിയും പോൾസനും അവാർഡ് ദാനം നിർവഹിക്കുന്നു. ദേവിക മനോജ്, സബ് ജൂനിയർ ഗ്രേഡ്സിലെ ദേവിക മനോജ്, പ്ലീസ് കം അപ്പ്. അടുത്തതായി റവന്യൂ ഡിസ്ട്രിക്ട് മത്സരത്തിൽ കരാട്ട. താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഉദ്ഘാടനം നിർവഹിച്ച സെബാസ്റ്റ്യൻ കുളപ്പന്റെ MLA, സ്കൂളിന്റെ ലോഗോ പ്രകാശനം ചെയ്ത ശ്രീ ജില്ലാ പോലീസ് മേധാവി കോട്ടയം ഷൗൽ ഹമീദ് സാർ, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ഫൗസിയ ടീച്ചർ, പിന്നെ ഇവിടെ സ്റ്റേജിൽ വേദി അലങ്കരിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയ രക്ഷകർത്താക്കളെ, കുട്ടികളെ, മാതാപിതാക്കളെ, ആദ്യം തന്നെ ഞാൻ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. 22 വർഷമായി ഞാൻ ഈ സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചിട്ട്, കൃത്യമായി പറഞ്ഞാൽ 2003 ജൂൺ 11-ാം തീയതി ആണ് ചാർജ് എടുത്തത്. എന്നാൽ എന്നോടൊപ്പം ഒരു ടീച്ചർ കൂടിയുണ്ട്, നമ്മുടെ പ്രിയങ്കരിയായ രാജ ടീച്ചർ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു ദിവസം തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അതിൻ്റെ ആരാണ് ആദ്യം ഒപ്പിട്ടതെന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ദിവസമാണ്. രണ്ടുപേരും ഇപ്പോൾ 22 വർഷം പൂർത്തീകരിച്ചു. ടീച്ചറിന് ഇനിയും സർവീസ് ബാക്കിയുണ്ട്. പിന്നെ പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് അധ്യാപകരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ കൂടെയും ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് പരിചയസമ്പത്തുള്ള അധ്യാപകരുടെ കൂടെയാണ് അന്ന് ഞാൻ ജോലി ചെയ്തത്. സർവീസിൽ പ്രവേശിച്ച സമയത്ത് എൻ്റെ ഫാദർ ഇവിടുത്തെ HM ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരുപാട് അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു എൻ്റെ ആദ്യകാല സർവീസ് ഇവിടെ പൂർത്തിയാക്കി. ഈ അധ്യാപന ജീവിതത്തിൽ മാനേജ്മെന്റ്, HM, എൻ്റെ സഹപ്രവർത്തകർ, ഓഫീസ് സ്റ്റാഫ്, രക്ഷകർത്താക്കൾ, എൻ്റെ സഹപ്രവർത്തകർ,
എന്നിവരുടെ എല്ലാ പിന്തുണയും എനിക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. എല്ലാ പിന്തുണയും നന്നായിട്ട് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. പേരുകൾ എടുത്തു പറഞ്ഞാൽ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്ക് എപ്പോഴും ഉള്ളൂ. എരുമേലിയുടെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു നമ്മുടെ വിദ്യാലയം എന്നും എൻ്റെ മനസ്സിൽ ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യയന വർഷത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തലും ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്ലാനിങ്ങും ഒക്കെ ആയിട്ടാണ് ഓരോ സ്കൂളും വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷത്തിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഫസീന ടീച്ചറിന്റെ യാത്രയപ്പ് സമ്മേളനവുമായിരുന്നു. അപ്പൊ ഈ വൈകിയ വേളയിൽ അധികമൊന്നും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും എന്റെ സഹപ്രവർത്തകയെ കുറിച്ച് 1-2 വാക്കുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫസീന ടീച്ചർ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ അറബി ടീച്ചറായിരുന്നു നമ്മുടെ LP സെക്ഷനിലെ. അതോടൊപ്പം തന്നെ സ്നേഹത്തോടെ ഞാൻ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്, കഞ്ഞിത്തള്ള എന്ന് വിളിക്കാറുണ്ട്. കാരണം ഞാനൊരു പക്ഷേ സർവീസിൽ കയറിയ അതേ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ ഫസീന ടീച്ചറാണ് ഉച്ചഭക്ഷണത്തിന്റെ ചാർജ് വഹിക്കുന്നത്. ടീച്ചർ അതിന്റെ ആ ഒരു കൃത്യനിഷ്ഠയെ കുറിച്ചൊക്കെ HM ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും സ്നേഹത്തോടെ ഞാൻ അങ്ങനെ വിളിക്കാറുണ്ട്. വീട്ടിലെ മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഭക്ഷണം ഊട്ടുന്ന ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ ഇത്രയും വർഷക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഊട്ടുന്ന കാര്യത്തിൽ പ്രധാനമായും പങ്കുവഹിച്ച ഫസീന ടീച്ചറിനെ നമ്മൾ സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം ഞാനിവിടെ സർവീസിൽ കയറിയ സമയത്ത് ഫസീന ടീച്ചർ ഇവിടെ ഉണ്ട്.